സോ ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം നിങ്ങളെ വെറുപ്പിക്കാൻ മാത്രമാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ ഈ ടീമേറ്റ് കൂടിയുള്ള ടീമേറ്റ് പൊട്ടൻ എന്നെ എവിടെ ഇറക്കുക എന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ പാർട്ടുണ്ട്. ആ പാർട്ട് നിങ്ങൾ എന്തായിരുന്നാലും കാണണം. കണ്ടിട്ട് ബാക്കടിച്ച് ചോദിക്കോ. ഒരാളെങ്കിലും ഒന്ന് കണ്ടതാ. എനിക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും 0 വ്യൂസാണ്. ഞാൻ ഒരു ദിവസം ഞാൻ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിന് 79 ഇത് വന്നു. പക്ഷേ ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടു, 2 വ്യൂസ് വന്നു. ഈ 2 വെച്ചിട്ട് ഞാൻ എന്ത് കാട്ടാനാ? ഞാൻ എത്ര വീഡിയോ ഇട്ടാലും ഒരു മനുഷ്യൻ്റെ കുട്ടി കാണൂല. ആരെങ്കിലും ഒന്ന് കാണണ്ടേ? കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കടേ. എന്താടേ ഇങ്ങനെ ഡേ എങ്ങനെയുണ്ട്? വേണ്ട. ഇല്ലെങ്കിൽ ഡേക്കാർ വന്നിട്ട് എന്നെ തല്ലിയിട്ട് ഡേ എന്ന് പറയും. അതുകൊണ്ട് ഡേ വേണ്ട. എന്തായിരുന്നാലും ഇവിടുന്ന് എടുത്തിട്ട് ഒരേറ്റ ചാട്ടം നടന്നില്ല. എന്തായിരുന്നാലും സ്പൈഡർമാനെ പോലെ കൈകൊത്തി നിന്നിട്ട് കൈ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഗണ്ണ് പിടിച്ചിട്ട് അടിക്കാൻ നോക്കിയാൽ പറ്റൂല. എൻ്റെ ടീമേറ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ടീമേറ്റിനെ തന്നെ അടിക്കുന്നുണ്ട്. പിന്നെയാണ് ടീമേറ്റിൻ്റെ ബാഡ്ജ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് ലൂട്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം തന്നെ എൻ്റെ ഒരു ടീമേറ്റ് ചത്ത്. എന്തായാലും ഒരു ഷോട്ട് ഗണ് കിട്ടിയിട്ടുണ്ട് മോനെ. ഷോർട്ട് റേഞ്ച് വന്ന അവൻ നോക്കായി എങ്ങനെയുണ്ടാവും മോനെ. എന്നിട്ട് വേണം നിങ്ങൾ കാത്തിരിക്കും ഇപ്പം ഞാൻ പറയാനുള്ളത്. എന്നിട്ട് വേണം കില്ലെടുക്കാൻ. എങ്ങനെയുണ്ട് എൻ്റെ തമാശ? എൻ്റെ തമാശ രസമില്ലെങ്കിൽ റോട്ടിലത്തെ ചളി എടുത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ആക്കാം. അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിച്ച് വന്നിട്ട് എൻ്റെ മൂത്തിക്കാക്കി ഞാൻ ഊങ്ങിയൊന്ന് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് തന്നെ തേച്ചിടും എന്ന് പറഞ്ഞിരിക്കാം. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് തന്നെയാണ് സത്യം. പിന്നെയും ഞാൻ പറയുന്നു, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബബ്ബായി പറയാൻ സമയത്തില്ല. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ പാർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങൾ ഇപ്പോൾ വരും. അതൊന്ന് കാണണം. ഇപ്പോൾ വരാറായിട്ടില്ല. വരാറായാൽ നിങ്ങളത് പോയി കണ്ടിട്ട് വരിക എന്ന് ഞാൻ പറയും. ഓക്കെ? ആ പാർട്ട് ഇപ്പോൾ ആയിട്ടില്ല. ഒരു എനിമിനെ കിട്ടി. ആ എനിമിനെ ഞാൻ നോക്കാക്കി. എന്നിട്ട് ഞാൻ ആ കില്ലെടുക്കും. അവനൊന്ന് വേഗം കൊല്ലണം. ഉസി വെച്ചിട്ടാണ് നോക്കാക്കിയത് എന്നുണ്ടെങ്കിൽ ഷോട്ട് ഗൺ അല്ല, ഇത് ഉസിന്ന് തന്നെയല്ലേ പറയുക. അത് വെച്ചിട്ട് നോക്കാക്കിയത് എന്നുണ്ടെങ്കിൽ ഷോട്ട് ഗൺ വെച്ചിട്ട് നമുക്കവനെ ടപ്പേ എന്ന് അടിച്ച് ടപ്പേ എന്ന് പറഞ്ഞ് കൊല്ലാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ടപ്പേ എന്നിരിക്കും. അപ്പോൾ ടപ്പേ എന്നാവും. എന്തായിരുന്നാലും അവനെ ഒന്ന് പോയിട്ട് എടുക്കട്ടെ. അവനെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ ലൂട്ട് ബോക്സ് ലൂട്ടി ലഡ്ഡു കിട്ടി എനിക്ക്. അത് നിന്നിട്ട് എനിക്ക് ചൊട്ടാ ഭീമിൻ്റെ പവർ കിട്ടി. ലഡ്ഡു തിന്നുന്ന ചൊട്ടാ ഭീം, ചൊട്ടയില്ലാത്ത ചൊട്ടാ ഭീം. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? പിന്നെ ഞാൻ പറഞ്ഞൊരു പാർട്ട് നിങ്ങൾ നേരെ പോയി കണ്ടിട്ട് വരിക. കണ്ടിട്ട് എങ്ങനെയുണ്ട് പറയാം.
അപ്പം നിങ്ങൾ ആ പാർട്ടൊക്കെ കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ പാർട്ട്? അതാണ് ഞാൻ പറഞ്ഞ ഷോർട്സ്. പിന്നെ അയ്യോ, അതെനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് തുടങ്ങിയതാ. ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തു, അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. എന്തായിരുന്നാലും വെറുതെ ഒന്ന് പറയാം. ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തു, ചത്തു. രണ്ടാമത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു, പിന്നെയും ചത്തു. മൂന്നാമത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു, പിന്നെയും ചത്തു. ഇങ്ങനെ ചത്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഓ, തലവേദനയാണ് അത് ആലോചിക്കുമ്പോൾ തന്നെ. അയ്യോ, എന്തായിരുന്നാലും ഈ വണ്ടി എടുത്ത് ചുറ്റി പോവാം. ഈ വണ്ടി എടുത്ത് ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഏമ്പക്കം വിടുന്ന സൗണ്ട് ഞാൻ ഗിയർ മാറ്റിയ വണ്ടിയാണ്. ഇത് പിന്നെ ഓടാത്ത വണ്ടിയാണ്. ഇടിച്ചപ്പോൾ മനസ്സിലായില്ലേ? ഇനി അങ്ങനെ ഇടിച്ചിട്ടുണ്ട്. ഇനി ബൂസ്റ്റർ അടിച്ച് അങ്ങനെ പോവാം. ഇനി എനിക്ക് ഏമ്പിക്കം വിടാൻ കഴിയൂല. കാരണം കഴിയും, പക്ഷെ ഇനിയും ഞാൻ വിട്ടാ അയ്യാ, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കും. ഇവിടെ എനിമി ഉണ്ടാവുമായിരിക്കും. അതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കയറി നോക്കിയത്. അപ്പോൾ എനിമി പോയിട്ട് എനിമീൻ്റെ കുട്ടി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് കാറിൽ കയറിയിട്ട് പോകാൻ വിചാരിച്ചപ്പോൾ അതാ നിൽക്കുന്നു എനിമി. അപ്പം നമ്മൾ എനിമിനെ ടെപ്പെ കുപ്പെ എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്നു. എന്നിട്ട് വണ്ടി കയറുന്നു, വണ്ടി റിവേഴ്സ് എടുക്കുന്നു. എടുത്തു. എന്നിട്ട് നമ്മൾ ലൂട്ട് ബോക്സ് ലൂട്ടുന്നു. എന്നിട്ട് ലൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റക്കാവുന്നു. സ്റ്റക്കായില്ല, അപ്പോഴൊന്നും സ്റ്റക്കായില്ല. അതുകൊണ്ട് സ്റ്റക്കായില്ല. എന്നിട്ട് നമ്മൾ പോയിട്ട് വണ്ടി കയറുന്നു. എന്നിട്ട് ഫ്രണ്ട് എടുക്കുന്നു. എന്നിട്ട് ബാക്ക് എടുക്കുന്നു. എന്നിട്ട് അങ്ങനെ വിടുന്നു. വണ്ടിയിലടിക്കുന്നു, ലൈഫ് അടിക്കുന്നു, അതായത് മെഡിക്കറ്റ് അടിക്കുന്നു. നേരെ പോകുന്നു. നേരെ പോയിട്ടിപ്പോൾ ഞാൻ ഏത് നേരെയാണ് പോകുന്നത്? എന്നിട്ട് ഞാൻ പിന്നെയും അടിച്ചിട്ട് പിന്നെയും മെഡിക്കറ്റ് അടിക്കുന്നു. എന്നിട്ട് ഇതിൽ കൂടെ പുറത്ത് കടക്കുന്നു. എൻ്റെ വണ്ടി ഓടിക്കുന്നൊരു പെർഫെക്ഷൻ. എന്നിട്ട് ഞാൻ അങ്ങനെ പോകുന്നു. അങ്ങനെ പോയി അതാ ഒരു ഫ്ലെയർ ഗണ്ണിൻ്റെ ഒരു പുക ഫ്ലെയർ ഗണ്ണിൻ്റെ പുക കണ്ടപ്പോഴേക്ക് സ്പീഡിൽ പോയി. ഞാൻ അവിടെ നിർത്തി. നേരെ പോയി ആ കാറ് കണ്ട് എനിമി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് അവിടെ പോയി നോക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എനിമി എന്നെ അടിച്ചിടും. അതുകൊണ്ട് ഞാൻ ഇരിക്കാം. എന്നിട്ട് ഞാൻ ചുറ്റും നോക്കുന്നു. ഇവിടെ ഒന്നും എനിമിനെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ എണീക്കുന്നു. അതാ അടിക്കുന്നു, എന്നെ കൊല്ലുന്നു. അതുകൊണ്ട് എന്നെ കൊന്നതുകൊണ്ട് തന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ അല്ലാത്ത നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒരു പൊട്ട വീഡിയോ ആയിട്ട് വന്നതിന് നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.